KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA അടക്കം 5 പേർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു യദുവിന്റെ ആവശ്യം. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. തത്സമയം ഹരി, ഇവിടെ ഇപ്പോൾ ഈ KSRTC ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രൻ തർക്കം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഉടനീളം വന്നിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, വിമർശനം എന്ന് പറയുന്നത്, ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കുന്നില്ല, അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ്. ഇന്നിപ്പോൾ ഡ്രൈവറിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതിയിൽ നിന്ന് വന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പറയും. ഫാരിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഈ മേയറുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് ദ്രുതഗതിയിൽ നിലപാടെടുത്തു. പക്ഷേ യദുവിന്റെ പരാതിയിൽ ഒട്ടും തന്നെ ആ ജാഗ്രത കാണിച്ചില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം പലയിടങ്ങളിൽ നിന്ന് വന്നു, പ്രതിപക്ഷത്തിൽ നിന്ന് പോലും വന്നിരുന്നു. അപ്പോൾ ഈ സമയത്ത് യദു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നു, ഹർജി നൽകുന്നു. ഇപ്പോൾ അതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. അതായത് യദു ഉന്നയിക്കുന്ന പരാതിയുണ്ട്, ആ പരാതി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് ഫോർവേഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് യദുവിന്റെ പരാതിയിൽ കേസ് എടുത്തുകൊണ്ട് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം യദുവിന്റെ പരാതി നിലവിൽ പോലീസിന്റെ പക്കലുണ്ട്, ഇതിൽ കന്റോൺമെന്റ് ACP അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ ഒരിക്കലും കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കേസ് എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതായത് യദുവിന്റെ പരാതി എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLA സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ അരവിന്ദ്, സഹോദരി ആര്യ, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ, ഇത്തരത്തിൽ 5 പേർ ചേർന്ന് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഒപ്പം തന്നെ MLA സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിക്കൊണ്ട്, അതായത് KSRTC ബസ്സിൽ കയറിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി യാത്രക്കാരെ പുറത്തിറക്കി എന്നുള്ള ആരോപണം കൂടി ഈ പരാതിയിൽ യദു ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരാതിയാണ് നിലവിൽ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിന് ഇതിൽ കേസെടുക്കാതെ തരമില്ല. അപ്പോൾ കേസെടുക്കുമ്പോൾ ഏത് നിലയിലാണ് കേസെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലവിൽ ഒരു കേസ് മേയർക്കും MLAക്കും എതിരെയുണ്ട്. അതായത് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയൽ നൽകിയിട്ടുള്ള പരാതി ഫോർവേഡ് ചെയ്തുകൊണ്ട് സമാനമായ ഉത്തരവ് ഇതേ കോടതി തന്നെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതടക്കമുള്ള നിസ്സാരമായിട്ടുള്ള ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് MLAക്കും മേയർക്കും അടക്കം 5 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു കേസ് കൂടി വരുമ്പോൾ ഈ കേസിൽ 2 FIR ആകും. അങ്ങനെ ഈ 2 FIRകൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇതിലെ പ്രാഥമിക കണ്ടെത്തലുകൾ വിശദീകരിച്ചുകൊണ്ട് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിയുടെ നിർദ്ദേശം വരും. ആ കോടതി നിർദ്ദേശം എന്താണെങ്കിലും അത് വന്ന ശേഷം ഈ 2 FIRകളും ഒരൊറ്റ കേസായി പരിഗണിച്ചുകൊണ്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് കന്റോൺമെന്റ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന് സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളൊക്കെ ചേർത്താകും പോലീസ് കേസെടുക്കുക, മേയർക്കെതിരെ കേസെടുക്കുക എന്നൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങളാകും. ഇപ്പോൾ ഈ മുൻപ് ഈ KSRTC ബസ്സിൽ പരിശോധന നടത്തിയിരുന്ന സമയത്ത് മെമ്മറി കാർഡ് അടക്കം കാണാനില്ലാത്തൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ അന്വേഷണ പരിധിയിൽ ഇനി വരില്ലേ? ഈ കേസിൽ നിലവിൽ, അതായത് യദു നൽകിയ കേസിൽ അങ്ങനെ ഒരു ആരോപണം വരില്ല. അതായത് എല്ലാം പ്രത്യേകം കേസുകളായിട്ടാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. അതായത് മേയർ നൽകിയിട്ടുള്ള യദുവിനെതിരായ പരാതി നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ CCTVയിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായതിൽ ഒരു മോഷണ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് KSRTCയുടെ പരാതിയിലാണ്. ഇത് കൂടാതെയാണ് ഇപ്പോൾ യദുവിന്റെ പരാതി വന്നിരിക്കുന്നത്. ഈ യദുവിന്റെ പരാതിയിൽ കേസെടുക്കുമ്പോഴും അത് പ്രത്യേകമായിട്ടാണ് അന്വേഷിക്കുക. പക്ഷേ ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയലിന്റെയും യദുവിന്റെയും പരാതികൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കും. പക്ഷെ അപ്പോഴും ഈ മെമ്മറി കാർഡ് കാണാതായതടക്കമുള്ള ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ തന്നെ മറ്റ് കേസുകളായിട്ടാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ പോലീസിന്റെ പരിധിയിലാണ് പെടുക. ഈ മേയറുടെയും യദുവിന്റെയും പരസ്പരമുള്ള പരാതികളും കേസുകളും ഒക്കെ തന്നെ കന്റോൺമെന്റ് പോലീസാണ് അന്വേഷിക്കുക. ഇതിൽ വിവിധ തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഏകോപിപ്പിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് DCP നേരിട്ടാണ്. അപ്പോൾ ഇനി യദുവിന്റെ പരാതിയിൽ കേസ്
കേസെടുത്തുകൊണ്ട് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുക എന്നത് ഫാരിഷ് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. നേരത്തെ ചുമത്തിയതുപോലെ ദുർബലമായ വകുപ്പുകളാണ് മേയർക്കും MLA-ക്കും എതിരെയൊക്കെ ചുമത്തുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറിച്ച് യദു ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പറയുന്നത് പോലെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തുന്നത് എന്നുണ്ടെങ്കിലാണ് പിന്നീട് അത് കോടതിയിൽ പിന്നീട് ഉയർത്തി കാണിക്കാൻ യദുവിന് കഴിയാതെ വരികയുള്ളൂ. നിലവിൽ യദു പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കി എന്നതടക്കമുള്ള കുറ്റങ്ങൾക്കെല്ലാം ചുമത്തപ്പെടേണ്ടുന്ന വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ്. ആ വകുപ്പുകൾ നിലവിൽ എന്തായാലും ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല. നേരത്തെ ഹൈക്കോടതി അഭിഭാഷകന്റെ പരാതിയിലും ഈ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലായിരുന്നു. യദുവിന്റെ പരാതിയിൽ ഏത് നിലയ്ക്കാണ് പോലീസ് അതിനെ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ സമാന്തരമായി മറ്റ് കേസുകൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് കാണാതായതിലെ വിഷയം, അതിൽ ഫോറൻസിക് റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത വരിക. പക്ഷെ അപ്പോഴും യദുവിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതായത് യദു ഈ തമ്പാനൂർ ഡിപ്പോയിലേക്ക് ചെന്നത്, അതായത് ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം ചെന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെ ഒരു പോലീസ് കണ്ടെത്തൽ വന്ന സ്ഥിതിക്ക് മെമ്മറി കാർഡ് കാണാതായതിലും യദുവിന്റെ പങ്ക് ആ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുക. അങ്ങനെ അത് ഏതെങ്കിലും നിലയ്ക്ക് കണ്ടെത്തുകയോ കുറ്റം ചുമത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതിയിൽ അക്കാര്യം കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കും. കാരണം യദുവിനെതിരെ മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ. ശരി, മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം മേയറുടെ ഭർത്താവ് MLA ആയ സച്ചിൻ ദേവിനും അടക്കം കേസെടുക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുമെന്നുള്ള കാര്യത്തിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് എത്ര വേഗത്തിൽ കേസെടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.